പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് നമ്മുടെ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചത്. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവ് കൂട്ടായിട്ടിരുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചതിന് കർത്താവിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കരങ്ങളെ ഉയർത്തി പറഞ്ഞ്, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിത് കേൾക്കുമ്പോൾ കർത്താവേ, ഇവരോരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയണം. ആത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ വർദ്ധിക്കണം. ദൈവാത്മാവിൻ്റെ ഇൻഫ്ലുവൻസ് ഇവരുടെ ജീവിതത്തിൽ അതിശക്തമായി തീരട്ടെ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന മക്കളായി കർത്താവെ അങ്ങിവരെ മാറ്റുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇവരെ മറയ്ക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കാൽ മുട്ടുകൾക്ക് വേദനയാൽ ഭാരപ്പെട്ട് മുട്ടുകളുടെ ജോയിൻറ്റിന് തേയ്മാനം വന്നിട്ട് ആമേൻ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആമേൻ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ 2 കാൽമുട്ടുകളിലേക്കും ദൈവശക്തി ഇറങ്ങട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. കർത്താവ് സൗഖ്യമാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റുകളിലും കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കാല് കുത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ആ കാൽപ്പൊത്തയിലുള്ള നീർക്കെട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. കാൽപ്പൊത്തയിലുള്ള നീർക്കെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ നീർ വലിഞ്ഞ് നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരാകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വഴി തുറക്കപ്പെടട്ടെ. ആർക്കും അടയ്ക്കാൻ കഴിയാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പുതുവഴികൾ തുറന്നു വരട്ടെ. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. എക്സാംസിന് വേണ്ടി കർത്താവെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ ആവശ്യങ്ങളിലും തൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണം. താങ്ക് യു ജീസസ്. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുകൂടാതെ ഇന്ന് വൈകിട്ട് നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരികുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ വന്ന് അതിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അതിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. ഈ മന്ത് ഓഫ് ടെസ്റ്റ് മണിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഷോർട്ട് ഓഡിയോ ക്ലിപ്പുകളായിട്ട് അയച്ചു തന്നാൽ നമുക്ക് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ അത് കേൾക്കുവാനും കർത്താവിന് മഹത്വം കൊടുക്കുവാനും അതുമാത്രമല്ല മറ്റുള്ളവർക്ക് കർത്താവിൽ അധികമായി വിശ്വസിക്കുവാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിലപ്പെട്ടതാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം
അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഒന്നുകൂടെ വായിക്കാം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ജീവൻ അർപ്പിച്ചത്? ആമേൻ. ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. അതായത് സാൽവേഷൻ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല. ആമേൻ. അതുമാത്രമല്ല, അതിനപ്പുറത്ത് നമ്മൾ ദൈവകരങ്ങളിൽ പ്രയോജനമുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മളെ വിടുവിച്ചു, കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു, കർത്താവ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ആ ദൈവിക വേലയിൽ ആമേൻ ഉന്മേഷമുള്ളവരായി തീരുവാൻ, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരുവാൻ വേണ്ടി കർത്താവ് നമ്മളെ എന്ത് ചെയ്യുക? നമ്മളെ അതിനുവേണ്ടി ആമേൻ ശുഷ്കാന്തി ഉള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, നമ്മളെ അതിനപ്പുറത്ത് എന്തിനു വേണ്ടിയാ? ദൈവീക പ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുക കൂടെ ചെയ്യുക. അപ്പോൾ എന്താണ് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യത്തോട് ഭയങ്കര പാഷനേറ്റായിട്ട് ചെയ്യുന്നവർ, വളരെ ആഗ്രഹത്തോടെ കൂടെ ആമേൻ തുടർമാനമായിട്ട് ആമേൻ നല്ല നമ്മൾ പറയത്തില്ല ഉന്മേഷത്തോടു കൂടെ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു ഉന്മേഷം ഉണ്ടാകണം. നമ്മൾ അതിനകത്ത് ചിലരുണ്ട് ഒരു പ്രാവശ്യം ചെയ്യും പിന്നെ ചെയ്യത്തില്ല, അങ്ങനെ തുടർമാനമായിട്ട് ചെയ്യണം. വളരെ ആഗ്രഹം, ഈഗർലി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ആഗ്രഹത്തോടു കൂടെ ചെയ്യുന്നു, മടിയില്ലാതെ ചെയ്യുന്നു, കാഷ്വലായിട്ടല്ല, ഹല്ലേലൂയ, ഒക്കേഷണലായിട്ടല്ല, നിരന്തരമായിട്ട് വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ അതാണ് നമ്മളോട് കർത്താവ് ശുഷ്കാന്തി ഉള്ളവരായിത്തീരണം. എന്തിന്? സൽപ്രവൃത്തികൾ. അപ്പോൾ ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പാഷനേറ്റ് ആയിരിക്കണം, ഈഗർ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആമേൻ. ഉള്ളിൽ നല്ല ഉന്മേഷവും തീയും നമ്മുടെ അകത്തുണ്ടാകും. അത് മടിയോടുകൂടെ ചെയ്യുന്നവരല്ല, ഒക്കേഷണലി അല്ല, ആമേൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നവരായിരിക്കും, കാഷ്വലായിട്ടുമല്ല. അപ്പം കർത്താവ് എപ്പോഴും നോക്കുന്നത് എന്തുവാ? തൻ്റെ പ്രവൃത്തികൾ, താൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ഉന്മേഷത്തോടെയും ഹൃദയത്തിൽ നിന്നും നിരന്തരമായി ആവേശത്തോടെ ചെയ്യുന്നവരെയാണ് കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്നുകൂടെ പറയാം. കർത്താവ് എപ്പോഴും നോക്കുന്നത് ഉന്മേഷത്തോടെ, അവൻ ഹൃദയത്തിൽ നിന്ന് നല്ല ശുഷ്കാന്തിയോടെ നിരന്തരമായി തൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നവരെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുവാണ് സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ? എന്തുവാണ്? അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത്, ആമേൻ, ദൈവസഭയ്ക്കകത്ത് നമ്മളാലാകുന്ന പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുന്നത്, ആമേൻ, ജീവിത വിശുദ്ധി സൂക്ഷിച്ച് ദൈവിക നീതിയിൽ ജീവിക്കുന്നത്, ആമേൻ, നമുക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ എന്താ നന്മ അല്ലെങ്കിൽ അനുഗ്രഹമായി ജീവിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 10:38 പറഞ്ഞു, അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും സഞ്ചരിച്ചു എന്ന് പറയും. അപ്പോൾ യേശു എന്ത് ചെയ്താൽ സഞ്ചരിച്ച്? നന്മ ചെയ്തു. അപ്പോൾ നമ്മളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചവർ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? നന്മ ചെയ്ത്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഈ ഭൂമിയിൽ ആയിരിക്കുവാനാണ് കർത്താവ് വിളിച്ചത്. നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ആ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവൃത്തികൾ നിറയുന്നതും ആ നന്മ പ്രവൃത്തികൾ നമ്മളിലൂടെ വെളിപ്പെടുന്നതും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സൽപ്രവൃത്തികൾ ശുഷ്കാന്തി ഉള്ളവരായി തീരണമെന്ന് പറയുന്നത്? കാരണം യേശു നമുക്ക് വേണ്ടി ഒരു വില കൊടുത്തു. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, ആമേൻ, വെള്ളിയും പൊന്നുമല്ല, ആമേൻ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്. അപ്പോൾ ആ വീണ്ടെടുപ്പ്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വീണ്ടെടുപ്പിൻ്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ ഉണ്ടാകണം. അതായത് നമ്മളിൽ ആ സൽപ്രവൃത്തികൾ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. 2, നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കുക ഭൂമിയിൽ. അപ്പം ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ ഒരു പക്ഷേ മനുഷ്യർ വേദപുസ്തകം വായിച്ചെന്ന് വരത്തില്ല, ആമേൻ, പക്ഷേ നിങ്ങളുടെയും എൻ്റെയും ജീവിതമാണ് അവർ വായിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിലുള്ളവർ ഒരു പക്ഷേ വേദപുസ്തകം വായിക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവർ വേദപുസ്തകം വായിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മളിലൂടെയാണ് അവർ വേദപുസ്തകം വായിക്കുന്നത്.
ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല, ആമേൻ, നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ വാതിലുകൾ നമുക്കായി, സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആമേൻ, നമ്മുടെ പ്രവൃത്തികൾ ആമേൻ അനേക ജീവിതങ്ങളെ തൊടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടും. ആമേൻ, ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് എന്തു വേണം? ആമേൻ, നമ്മൾ ഈ ദിവസങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു കർത്താവിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ സൽപ്രവൃത്തികൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതമാണോ, അത് ദൈവശക്തി പ്രകടമാക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനും ഒരു നല്ല മുഖാന്തരമാകുന്നു. സ്തോത്രം. അപ്പം ഒരു മെഴുകുതിരിയെ നോക്കിക്കേ, അത് പ്രകാശിക്കുന്നില്ലെങ്കിൽ അതിന് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ കത്തിച്ചിട്ടില്ലെങ്കിൽ അതിന് പ്രകാശം കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷേ അത് എന്തു ചെയ്യും? അതിനെ ഒന്ന് കത്തിച്ചാലോ അത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇതുപോലെ നമ്മുടെ ജീവിതം, നമ്മുടെ അകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ഉള്ളിൽ യേശു വന്നു. ആമേൻ. എൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇമ്പാക്റ്റ് ചെയ്യണം, മറ്റുള്ളവരെ ആമേൻ ഇമ്പാക്റ്റ് ചെയ്യണം എന്നൊരു വലിയ പാഷൻ നമ്മുടെ അകത്തുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ആമേൻ മറ്റുള്ളവരോട് നമ്മൾ തീരുമാനിക്കണം, ഇന്ന് എന്നിലൂടെ ഞാൻ യേശുവിനെ വെളിപ്പെടുത്തും, ഞാൻ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവനായിരിക്കും. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ, മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നത്, ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയുക, അവരെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുക. ആമേൻ. ഒരാവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുക. തീരുമാനിക്കുക, ഇന്ന് ഞാൻ ഒരു ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കും. ആമേൻ. വിശ്വസ്തയോടെ സെർവ് ചെയ്യുക. ആമേൻ. നമ്മുടെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും യേശുവിനെ വെളിപ്പെടുത്തുക. ചെറിയ കാര്യങ്ങൾ തുടങ്ങിയത് കൺസിസ്റ്റൻ്റ് ആക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് മുന്നേറുവാൻ ഇടവരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതം യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ കാരണമായി തീരട്ടെ. അത് മുഖാന്തരം സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ പാഷനേറ്റ് ആയിട്ട്, ആമേൻ, ഫെയ്ത്ത്ഫുള്ളായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഈഗറായിട്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക, എൻ്റെ ജീവിതം യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യും. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി തീരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞുകയും നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.